ഇന്ന് സത്യം പറഞ്ഞാൽ ജോലി ചെയ്യാൻ നേരമേ കിട്ടിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന അരമണിക്കൂർ ഒരു മണിക്കൂറിലാണ് വർക്ക് നടക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ആസ് യൂഷ്വൽ സ്കൂൾ ആരംഭിച്ചു. രണ്ടുപേർക്കും ലീവ് കഴിഞ്ഞ് ഇതാ സ്കൂളിലേക്ക് പോകാൻ പോവാണ്. രാവിലെ ആയി കഴിഞ്ഞാൽ യുദ്ധമാണ് ഇവിടെ. യുദ്ധം, അമ്മയും മകളും. അയ്യോ കണ്ണ മൂക്ക് മഴയൊക്കെ അടച്ചോ. ഉച്ച വരുന്ന വഴിക്ക് ഇതാ ഒരു ലോഡ് പച്ചക്കറി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി സാമ്പാറാണ്. അമ്മ അതാ ദോശ ഉണ്ടാക്കണു, സാമ്പാറിന് പരിപ്പ് വേവിക്കണു. കേസ് മുടി എങ്ങനെയുണ്ട്? വൃത്തിയുടെ ആയിട്ടില്ലേ? കുറച്ചൊന്ന് വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറുപ്പമാവുമോ? എന്താ അവസ്ഥ? അതോ കൂടുതൽ വയസ്സനാവുമോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് മുടി വെട്ടിയതിന് ശേഷമുള്ള ലുക്ക്. കുട്ടിക്ക് പിന്നെ സൺഡേ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയിട്ട്. നഖ വെട്ടിയിട്ടില്ല. മുടിയില്ല കേട്ടോ. തീരെ പിന്നാമ്പത്തമാര് പിന്നാമ്പറെന്താ വല്ലാതെ വരുന്നുണ്ട്. അത് സൂചിക്ക് കുത്തുള്ള ഒരു സ്ത്രീയെ വേണ്ടുള്ളൂ. പിന്നാമ്പറം അങ്ങനെ വെട്ടണം. മതി. ഇല്ല, കസിൻ്റെ പിന്നാമ്പറത്തുണ്ട് അണ്ടേമേല് ബേക്കില്. ഒരു വഴിയില്ല. ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് അനുഭവിക്കുന്നത്. ഇപ്പൊ നോക്കിയേ, മുടി വെട്ടി വന്നപ്പോഴത്തെ കോലാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രായം കൂടിയോ കുറഞ്ഞോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുകൊണ്ടു. അമ്മ പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നുള്ളത്. കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒന്ന് ഷേവ് ചെയ്തു. അവർ പിന്നെ മുടി വെട്ടാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ചെയ്യിപ്പിച്ചിട്ടല്ലേ വിടുള്ളൂ. ഫേഷ്യലും കൂടി ചെയ്യിപ്പിക്കാൻ നിന്നതാണ്. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നത്. അല്ലെങ്കിൽ അവർ എല്ലാം ചെയ്യിപ്പിക്കും, മസാജ് അത് ഇത്. അവിടെയുള്ള മെനു മൊത്തം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഏകദേശം 2:30 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ പോണത്. ചെറുപയർ ദോശ, സാമ്പാർ, വേണമെങ്കിൽ കുറച്ച് ചോറ്. ഈ സാമ്പാർ ഉണ്ടാക്കാൻ തന്നെ നല്ലൊരു സമയം കൊണ്ട് പോയി. ചേട്ടാ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അച്ഛൻ്റെ തലമണ്ട? മോട്ടത്തലമണ്ടയോ? അച്ഛൻ്റെ താടിയൊക്കെ പോയി. നന്നായോ? അത് രസല്ലേ? രസണ്ട. ആ എന്നാ മതി. ശരിയായത് കണ്ടിട്ട് അത്രയ്ക്ക് മോശമാണോ ഗൈസ് ഈ മോന്ത? മുടിയും താടിയൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ. ഇന്ന് സത്യം പറഞ്ഞാൽ ജോലി ചെയ്യാൻ നേരമേ കിട്ടിയിട്ടില്ല. കാരണം രാവിലെ തൊട്ട് ഉച്ച വരെ ഫുഡ്, സാമ്പാർ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 മണിക്ക് കുട്ടീനെ കൊണ്ടുവരാനുണ്ടായിരുന്നു. ഇപ്പോൾ 5:30 വൈഫിനെ കൊണ്ടുവരാൻ പോകുന്നു. ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന അരമണിക്കൂർ ഒരു മണിക്കൂറിലാണ് വർക്ക് നടക്കുന്നത്. ഇതുകൊണ്ട് തീരുമോ? പിന്നെ നമ്മുടെ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണ്ടേ? മൊത്തം ബിസിയാ. 7 മണി ആവാറായി. അമ്മനെയും കൂട്ടിയിട്ട് വീട്ടിലെത്തിയപ്പോഴേക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എങ്കയോ ഇருக்கு ഒരു നാം പെത്ത പുള്ളை എങ്ക പോച്ച അന്ത പുള്ള. അന്ത പുള്ളേനെ കാണാനല്ലോ. ഒരു അഡ്രസ്സും ഇല്ലല്ലോ. എവിടെ പോയോ അവൻ്റെ കുട്ടി? ആ പറയണ്ടി. എന്ത് പറ്റി? ആകെ ഒരു ടയർഡായിട്ട്. എന്ത് പറ്റി? പനിയുണ്ടോ? ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേന? കഫക്കെട്ട് ലേശം മെല്ലെ മെല്ലെ ഇറങ്ങിയ. അതിനങ്ങനെ ടയർഡായിട്ടിരിക്കുന്നു. ആ അത് എടുത്തോണ്ട് വരും. അതിനറിയാം എവിടൊക്കെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ മറ്റൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാഷിംഗ് മെഷീൻ്റെ ആൾക്കാർ വന്നിട്ട് നേരാക്കി പോയി. 5 പൈസ ചിലവാക്കേണ്ടി വന്നില്ല. ആ സ്കൂളിൽ പോയ നേരത്ത് വന്നിട്ട് നേരാക്കിയിട്ട് മാമ പോയി. എന്നിട്ട് പൈസ ഒന്നും വാങ്ങിച്ചില്ല. അന്ന് വാങ്ങിച്ചതല്ലേ, നേരായിട്ടില്ലല്ലോ. അപ്പം നേരാവട്ടെ. അതുകൊണ്ട് കൊടുത്തതൊന്നുമില്ല. ശരി, അന്ന് 2000. എൻ്റെ ഹെയർ സ്റ്റൈൽ എന്താ കോലെന്നു പറഞ്ഞേ? നന്നായിട്ടുണ്ട്, ചെറുപ്പായി. വെറുതെ പറയില്ല, ക്യാമറ ഓൺ ആക്കിയോണ്ട്. ഉള്ളത് പറ. ഇല്ല, കുറച്ച് പ്രായം കുറഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞില്ലേ, ആടനൊന്ന് മാറിയെന്തേണ്ട്. എന്താ എങ്ങനെയുണ്ട് സാമ്പാർ?
നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കായം, സാമ്പാർ, മസാല, ഉപ്പ്, എരിവ്, പുളി എല്ലാം കറക്റ്റാ. ഈ കഴിച്ചിട്ട് ആൾക്കാർ നന്നായി എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഫീലേ അത് വേറെ ഫീലാണ്. ഒരു ലോഡ് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ തെറ്റും അങ്ങനെ ആകുമ്പോ ഞാനിക്ക് ആയിട്ടില്ല. 130. ഇതേപോലെ 1 കോടി വരെ എണ്ണാൻ എത്ര നേരം വേണമെന്നറിയോ? അമ്മോ ഇയാളെ ചോദിക്കട്ടെ, 1 കോടി വരെ ഇതുപോലെ എണ്ണാൻ എത്ര നേരം വേണ്ടി വരും? അങ്ങനത്തെ ചോദ്യം ചോദിക്കല്ലേ, എനിക്ക് അറിയില്ല. 3 മാസവും അതിന്റെ മുകളിലും സമയം എടുക്കും. സംശയമുണ്ടോ? അത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് എണ്ണണം. അങ്ങനെയാണെങ്കിൽ ഈ 1 കോടി തികയ്ക്കാൻ 3 മാസത്തിലേറെ സമയം എടുക്കും. മാറും. ഡെയിലി ഒരു 2 ആഴ്ചക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കണം. ചില അസുഖങ്ങൾ മാറണമെങ്കിൽ ടൈം എടുക്കും. ഇപ്പം എനിക്ക് കണ്ടില്ല, തൊണ്ടവേദന തുടങ്ങിയിട്ട് ഒരാഴ്ച വരെയായി തോന്നുന്നുണ്ട്. ഇപ്പോഴും വലിയ അനക്കമൊന്നുമില്ല. ഇപ്പം ഇന്നും ഞാൻ ഗുളിക മേടിച്ചു. ഇയാൾ ഈ ചുമരിൻ്റെ മുകളിലുള്ള ഇത് ശ്രദ്ധിച്ചോ? പണ്ട് ഇതിൻ്റെ മുകളിൽ നനവ് മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ നനവൊക്കെ കുറേ മങ്ങിയിട്ടുണ്ട്. കുറേ സ്ഥലത്ത് വെള്ള കളറുകൾ വന്നിട്ടുണ്ട്. അതായത് ഉണങ്ങി വരികയാണ് ഈ ചുമരിൻ്റെ ഇത്രയും പോർഷൻ എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമല്ലേ ഇത്? അല്ലേ? അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ടാങ്കിൻ്റെ ആ ഭാഗത്തു നിന്ന് വന്ന പോർഷനിൽ നിന്നൊക്കെ ഏകദേശം ഡ്രൈ ആയി വന്നിട്ട് എല്ലായിടത്തും വെള്ള കളർ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഉള്ളിലത്തെ വൈറ്റ് സിമെൻറ്റിൻ്റെ ഇവിടെ റാക്കിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് വെള്ളം, അതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഈ പോർഷനിൽ ഉണ്ടായിരുന്ന പ്രശ്നം ഓൾമോസ്റ്റ് സോൾവ് ആയിട്ടുണ്ട്, നനവൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബാത്റൂമിൻ്റെ ചുമര് അങ്ങനെയല്ല, ലേശം കൂടി മാറാനുണ്ട്. എന്തായിരിക്കും ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരാമോ? ബാത്റൂമിൽ ഇപ്പോൾ നമ്മൾ ഫുള്ള് ആ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് അത് വൈറ്റ് സിമെൻ്റ് ഒക്കെ നമ്മൾ ഇട്ടതാ. എനിക്കും അറിയില്ല. അതപ്പോൾ ഞാൻ ഇയാളുടെ ചോദിക്കണേ എന്താ ഇപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വല്ലതും അറിയുമെന്ന്. അയ്യോ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള വീട് സംബന്ധമായിട്ടുള്ള ജോലികൾ വർക്കുകളൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ ഇതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാവുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഈ നനവുകൾ അങ്ങനെ വരുന്നത്? ടാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നനവല്ല, ടാപ്പ് ഫുള്ള് ടഫ്ലോൺ കോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് ചുറ്റി വരിഞ്ഞ് റെഡിയാക്കിയതാണ്. ഉള്ളിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഇട്ടു, ഡ്രൈനേജ് പൈപ്പിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഒക്കെ റീവർക്ക് ചെയ്തതാണ്. സാധാരണ അമ്മ ഇതുപോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കാറേ ഇല്ല, ഫുള്ള് ആക്റ്റീവായിട്ട് കുളിക്കൽ. ആൾ ഭയങ്കര ക്ഷീണിച്ചു പോയി. റെസ്റ്റ് തന്നെ. ക്ലാസ്സിലത്തെ ഒരു കുട്ടി ട്യൂഷന് വരും ഇത്ര നാളെ തൊട്ട്. വാവ്, എന്ത് കിട്ടും? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആകെ നിന്ന് 1 മാസത്തന്നെ ഉള്ളൂ. 2-3 കുട്ടികളെ കിട്ടുകയാണെങ്കിൽ പൊളിക്കും കേട്ടോ. അങ്ങനെ പറയാൻ വയ്യ. അവൻ ഇനിയൊരു 2-3 പേരത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യാൻ പറയാൻ നോക്കാം. അവര് പിള്ളേർ വരുമെന്ന് പറയുന്നത് മാത്രമേ എനിക്ക് സമയമില്ല. എനിക്ക് എടുത്ത ഇതന്നെ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞതാണ്. അവൻ ഭയങ്കര റിക്വസ്റ്റ് ചെയ്തു, പിന്നെ എനിക്ക് ഇല്ലയെന്ന് പറയാനും വയ്യ. ശരി വാന്ന്. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബായ്.